യുദ്ധത്തിനും ഹമാസിനുമെതിരെ തെരുവിലിറങ്ങി നൂറുകണക്കിന് പലസ്തീനികൾ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഗാസയിൽ ഹമാസ് ഭരണകൂടത്തിനും യുദ്ധത്തിനുമെതിരെ പ്രതിഷേധിച്ച് നൂറുകണക്കിന് പലസ്തീനികൾ തെരുവിലിറങ്ങി. 2023 ഒക്ടോബർ 7 ഇസ്രയേലിനെതിരായി യുദ്ധം തുടങ്ങിയ ശേഷം ഹമാസിനെതിരെ സ്വന്തം ശക്തികേന്ദ്രത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. മുഖംമൂടി ധരിച്ച ഹമാസ് അനുകൂലികൾ പ്രതിഷേധക്കാരെ ബലമായി പിടിച്ചുമാറ്റിയതായും അവർ ഉയർത്തിയ ബാനറുകളും മറ്റും ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുത്തതായും BBC അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യുദ്ധത്തിനെതിരെ ഇസ്രയേലിൽ നേരത്തെ തന്നെ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ടെല്ലവീവിലടക്കം നെതന്യാഹു ഭരണകൂടത്തിനെതിരെ പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നു. ഇതിനു പിന്നാലെയാണ് ഹമാസും സ്വന്തം തട്ടകത്തിൽ പ്രതിഷേധം നേരിടുന്നത്. വടക്കൻ ഗാസയിലെ ബെയ്റ്റ് ലാഹിയയിലെ തെരുവുകളിലാണ് പ്രതിഷേധങ്ങൾ കൂടുതലുണ്ടായത്. പുറത്തു പോകൂ, പുറത്തു കടക്കൂ, ഹമാസ് പുറത്തു കടക്കൂ, യുദ്ധം അവസാനിപ്പിക്കൂ തുടങ്ങിയ മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളും ഉയർത്തിയായിരുന്നു പ്രതിഷേധം. ഞങ്ങൾക്ക് സമാധാനം വേണമെന്നും ഭക്ഷണം കഴിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. പ്രതിഷേധക്കാരെ രാജ്യദ്രോഹികളെന്നാണ് ഹമാസ് അനുകൂലികൾ വിശേഷിപ്പിച്ചത്. അതേസമയം പ്രതിഷേധത്തോട് ഹമാസ് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. തങ്ങൾക്ക് നേരെ റോക്കറ്റുകൾ വിക്ഷേപിച്ചതിന് പിന്നാലെ ബെയ്റ്റ് ലാഹിയയിൽ ജനങ്ങളെ ഒഴിപ്പിക്കാൻ ഇസ്രയേൽ തീരുമാനിച്ചിരുന്നു. ഇത് പ്രദേശത്ത് പൊതുജന രോഷത്തിന് കാരണമാവുകയും ചെയ്തു. ഹമാസ് മനഃപൂർവ്വം ഇസ്രയേലിനെ പ്രകോപിപ്പിക്കുകയാണെന്ന് പ്രതിഷേധക്കാർ ആരോപിക്കുന്നുണ്ട്. 2 മാസത്തെ വെടിനിർത്തലിന് ശേഷം ഗാസയിൽ ഒരാഴ്ച മുൻപ് ഇസ്രയേൽ സൈനിക നടപടി പുനരാരംഭിച്ചിരുന്നു. ഇസ്രയേൽ ആക്രമണങ്ങളിൽ നൂറുകണക്കിന് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. ആയിരക്കണക്കിന് ആളുകൾക്ക് വീട് വിട്ട് പലായനം ചെയ്യേണ്ടിയും വന്നു.